പശ്ചിമേഷ്യയിലെ ലെബനനിൽ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ മരണം 492 ഉയർന്നു. വംശഹത്യ എന്ന് ലോക നേതാക്കന്മാർ പറഞ്ഞു കഴിഞ്ഞു. കൊല്ലപ്പെട്ടവരിൽ 35 കുട്ടികളും 58 സ്ത്രീകളുമുണ്ട്. ഏതാണ്ട് 1645ഓളം പേർക്ക് പരിക്കേറ്റുവെന്ന് ലെബനന്റെ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വടക്കൻ ഇസ്രയേൽ നഗരങ്ങളിലേക്ക് ഹിസ്ബുള്ള ഇന്ന് റോക്കറ്റുകൾ തൊടുത്തുവിട്ടു. ഇന്നലെ രാത്രിയിലും കടുത്ത യുദ്ധത്തിലേക്കായിരുന്നു ലെബനൻ നീങ്ങുന്നത്. പശ്ചിമേഷ്യയിലേക്ക് അമേരിക്ക സൈന്യത്തെ അയക്കും എന്ന രീതിയിലുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. നമുക്ക് ആദ്യം എന്താണ് ലെബനനിൽ സംഭവിച്ചതെന്നറിയാൻ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് രാംകുമാർ തത്സമയം ചേരുകയാണ്. രാംകുമാർ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഇന്റർനാഷണൽ വാർത്താ ഏജൻസികൾ എന്തൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? SKN പശ്ചിമേഷ്യയിൽ ഹമാസ് ഇസ്രയേൽ യുദ്ധം 1 വർഷം തികയാൻ ഇനി ഏകദേശം ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് പശ്ചിമേഷ്യയിൽ നിന്ന് കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്നലെ രാവിലെ ലെബനനിൽ കടുത്ത വ്യോമാക്രമണമാണ് ഇസ്രയേൽ തുടങ്ങി വെച്ചിട്ടുള്ളത്. ഈ ആക്രമണത്തെ തുടർന്ന് മരണസംഖ്യ ഇപ്പോൾ തന്നെ 492ആയി. നിരവധി ആളുകൾ തെക്കൻ ലെബനനിൽ നിന്ന് പലായനം ചെയ്യുകയാണ്. അവിടെ കടുത്ത ആക്രമണത്തിൽ 35 കുട്ടികളും 58 സ്ത്രീകളും കൊല്ലപ്പെട്ടതായും 1600-ലേറെ പേർക്ക് പരിക്കേറ്റതായുമാണ് ലെബനന്റെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. ഇതിന് തിരിച്ചടിയായി ഹിസ്ബുള്ളയും ഇപ്പോൾ റോക്കറ്റ് ആക്രമണം നടത്തുന്നുണ്ട്. ഇസ്രയേലിന്റെ വടക്കൻ മേഖലയിലെ നഗരങ്ങളിലാണ് ഏകദേശം 300ഓളം റോക്കറ്റുകൾ ഹിസ്ബുള്ള അയച്ചതായാണ് ഇപ്പോൾ IDF സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ പശ്ചിമേഷ്യയിലെ ഈ സംഘർഷം പെട്ടെന്ന് ഇത്തരത്തിൽ രൂക്ഷമായതിൽ ലോകരാജ്യങ്ങളെല്ലാം തന്നെ ആശങ്ക പ്രകടിപ്പിക്കുകയാണ്. ഐക്യരാഷ്ട്ര രക്ഷാസമിതി എത്രയും വേഗം യോഗം വിളിച്ചു ചേർത്ത് ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ഫ്രാൻസ് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഇസ്രയേൽ ലെബനനിൽ നടത്തുന്നത് വംശഹത്യയാണെന്ന വിമർശനമാണ് തുർക്കി ഉന്നയിക്കുന്നത്. അതേസമയം 2006-ലാണ് ഇസ്രയേലും അതുപോലെ ഹിസ്ബുള്ളയും തമ്മിൽ ഒരു യുദ്ധമുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് അവർ തമ്മിൽ വീണ്ടും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഹിസ്ബുള്ളയുടെ പേജറുകൾ കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ച് 37 പേർ മരിക്കുകയും 3000-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ഹിസ്ബുള്ളയുടെ വോക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ ഇസ്രയേൽ നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ വ്യോമാക്രമണത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഹിസ്ബുള്ളയുടെ ആശയവിനിമയ സംവിധാനങ്ങളും അതുപോലെ തന്നെ അവരുടെ സംഘടനാ ശക്തിയും കാര്യമായി ക്ഷയിച്ചിട്ടുണ്ട് എന്ന വിലയിരുത്തലിലാണ് ഇസ്രയേൽ. എന്നാൽ തന്നെയും അവർക്ക് റോക്കറ്റ് ആക്രമണം നടത്തി തിരിച്ചടിക്കാനുള്ള ഒരു ശേഷി ഇപ്പോഴുമുണ്ട്. അത് ഒരു തുറന്ന യുദ്ധത്തിലേക്ക് തന്നെ നീങ്ങും എന്നുള്ള ആശങ്കയാണ് ലോകരാജ്യങ്ങൾക്കുള്ളത്. അതേസമയം ഇപ്പോൾ ഈ ലോകരാജ്യങ്ങളിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രതികരണം അനുസരിച്ചാണെങ്കിൽ അവിടെ യുദ്ധം തന്നെ നടക്കുന്നു എന്നാണ് പറയുന്നത്. ഇതേ സമയം തന്നെ ഗസയിലും ഇസ്രയേൽ കടുത്ത ആക്രമണം തുടരുകയാണ്. ഇസ്രയേലിൻ്റെ യുദ്ധകാല മന്ത്രിസഭ ഒരാഴ്ച മുമ്പ് യോഗം ചേരുകയും അവരുടെ ഈ യുദ്ധത്തിൻ്റെ ലക്ഷ്യങ്ങൾ വിപുലീകരിക്കുകയും ചെയ്തിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു അവർ ലക്ഷ്യമായി പ്രഖ്യാപിച്ചത് വടക്കൻ ഇസ്രയേലിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്ന ആളുകളെ തിരിച്ചവിടെ പാർപ്പിക്കുക എന്നതാണ്. അതിനു പിന്നാലെയാണ് ഇപ്പോൾ യുദ്ധം രൂക്ഷമായിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. രാംകുമാറാണ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇനി അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര കൂടി ചേരുന്നു. ലോക നേതാക്കൾ ഈ ലെബനനിലെ ഡെവലപ്മെന്റിൽ ഉത്കണ്ഠ രേഖപ്പെടുത്തി. പശ്ചിമേഷ്യയിൽ സമാധാനം എന്ന് പറയുന്നത് ഒരു വിദൂര സ്വപ്നമാണെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യരെ കൊല്ലപ്പെടുന്നതിന് യാതൊരു കണക്കുമില്ല. മധു കൊട്ടാരക്കര, അമേരിക്ക അവിടെ സൈന്യത്തെ അയക്കും എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ടോ? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് SKN. 2006-ന് ശേഷം ഇസ്രായേൽ നടത്തിയ ഏറ്റവും വലിയ വ്യോമാക്രമണത്തിൽ ഇന്നലെ 492 പേർക്കാണ് ഇതുവരെ ജീവൻ നഷ്ടമായിട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 58 സ്ത്രീകളും 35-ലധികം കുട്ടികളും ഉൾപ്പെടുന്നു. 1600-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. SKN, ഇന്നലെ ഈ വ്യോമാക്രമണത്തിന് അല്പസമയം മുമ്പ് ഏകദേശം 80,000-ലധികം പേർക്ക് അവരുടെ വീടുകളൊക്കെ അടിയന്തരമായി ഒഴിഞ്ഞു പോകാനുള്ള ഒരു അജ്ഞാത സന്ദേശം ഫോണിൽ ലഭിച്ചിരുന്നു. ലെബൻ അവരുടെ രാജ്യത്തെ യൂണിവേഴ്സിറ്റികളിലും അതുപോലെ സ്കൂളുകൾക്കുമൊക്കെ അവധി കൊടുത്തിരിക്കുകയാണ്. ക്ലാസ്സുകളൊക്കെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ ഐക്യരാഷ്ട്ര സഭയുടെ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാൻ ലോക നേതാക്കളെല്ലാം ന്യൂയോർക്കിൽ എത്തിയിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഈ ഐക്യരാഷ്ട്ര സമുച്ചയത്തിൽ ഉള്ളത്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസേഷ്കിയൻ മാധ്യമങ്ങളോട് ഇന്ന് പറഞ്ഞത് പശ്ചിമേഷ്യയിലെ അസ്ഥിരതയ്ക്ക് കാരണമാകുവാൻ ഇറാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ്. സമാധാനത്തോടെ ജീവിക്കാനാണ് ഇറാൻ ആഗ്രഹം. ഞങ്ങൾക്ക് യുദ്ധം വേണ്ട, എന്നാൽ പ്രകോപിപ്പിച്ചാൽ തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധമുള്ള പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു.
ഇത്രയധികം പേർ കൊല്ലപ്പെട്ടതിന്റെ ഒരു വെളിച്ചത്തിൽ അതിന്റെ അനന്തരഫലമൊക്കെ അനുഭവിക്കാൻ തയ്യാറായിക്കൊള്ളുവാൻ ഇസ്രയേലിന് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭീഷണിയും ലഭിച്ചിട്ടുണ്ട്. ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നാസർ കനാനി വളരെ ശക്തമായ ഭാഷയിലാണ് ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തെ അപലപിച്ചത്. പാലസ്തീൻ മേഖലകളിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഇസ്രയേലിന് പിന്തുണ നൽകുന്നു എന്ന് ആരോപിച്ച് അമേരിക്കയും നിശിതമായി അദ്ദേഹം വിമർശിക്കുകയുണ്ടായി. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിനോട് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടുവാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. അതേസമയം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. അപകടത്തിന്റെ വഴിയിൽ നിന്ന് മാറി നിൽക്കുവാൻ ലെബനനിലെ ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്ന കേന്ദ്രങ്ങളിലെ ജനങ്ങളോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ ആവശ്യപ്പെട്ടു. ഇവിടെ ഈ പശ്ചിമേഷ്യയിലെ അധികാര കേന്ദ്രങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് നെതന്യാഹു പറയുന്നത്. ഇസ്രായേൽ ഒരിക്കലും ഒരു ഭീഷണിക്കായി കാത്തു നിൽക്കില്ല, ഒരു പടി മുമ്പേ സഞ്ചരിച്ചു തുടങ്ങിയിരിക്കും. ഇസ്രായേൽ പട്ടണങ്ങളെയും പൗരന്മാരെയും ലക്ഷ്യം വെക്കുന്ന ലെബനനിലെ ആയിരക്കണക്കിന് റോക്കറ്റുകൾ തകർക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് നെതന്യാഹു പറയുന്നത്. ഈ ഇസ്രായേൽ ലെബനൻ സംഘർഷം ഉയർന്ന സ്ഥിതിക്ക് അമേരിക്ക കൂടുതൽ സൈനികരെ ഈ മേഖലയിലേക്ക് അയക്കുമെന്നാണ് പെന്റഗൺ പറയുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പെന്റഗൺ ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല. അതേസമയം ഈ സംഘർഷം വളരുന്നതിനെ ഒരു തരത്തിലും പിന്തുണയ്ക്കുകയോ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച് സഖ്യകക്ഷികളുമായിട്ട് ഉടൻ ചർച്ച നടത്തുമെന്ന് അല്പസമയം മുമ്പ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രസ്താവനയും വന്നിട്ടുണ്ട്. SKN. ഓക്കെ, മധു കൊട്ടാരക്കരയാണ് തത്സമയം ചേർന്നത്. എന്തായാലും ഇത്രയധികം ആളുകളെ കൊന്നൊടുക്കുന്ന ഒരു യുദ്ധമാണ് ലെബനിൽ നടന്നത്. വ്യാപകമായ വ്യോമാക്രമണം ഇസ്രായേൽ ഇന്നലെ അവിടെ നടത്തിയിരുന്നു. ലോക നേതാക്കൾ നടുങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് അന്തർദേശീയ തലത്തിൽ കാണാൻ കഴിയുന്നത്.